ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം പാല സ്റ്റൈല് മീൻകറിയാണ്. അതിനായിട്ട് 500 ഗ്രാം അയല ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് വേണ്ടത് 20 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവോളയെക്കാളും ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ബാക്കിയുള്ള ചെറിയുള്ളിയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ രുചി ഉണ്ടാകുക. ചട്ടി അടുപ്പത്ത് വെക്കാം. ഇപ്പം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ ഒന്ന് എണ്ണ ചുറ്റിച്ച് കൊടുക്കുക. അപ്പം ചട്ടിയിൽ എല്ലായിടത്തും എണ്ണ പിടിക്കും. ഇപ്പം എണ്ണയൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒത്തിരി ചേർക്കല് കഴിക്കും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്നു പോകണ്ട. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കറിവേപ്പിലയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം വേണം മീനിട്ട് കൊടുക്കുക. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ഇതള് പുളി 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പുളി ഇടുന്നതിന് മുമ്പ് നമുക്ക് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തില്ലായിരുന്നു. ഉപ്പ് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കുക. ഉലുവ നമ്മൾ കടുക് പൊട്ടിച്ച് കൂടെ ഇട്ടിരുന്നു. എങ്കിലും കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. മീൻകറി തുറന്ന് നോക്കാം. മീൻകറിയൊക്കെ വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു, എങ്കിലും തിളയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ഇത്രയും ചാറ് വേണം, അതുകൊണ്ടാണ് ഓഫ് ചെയ്തത്. ഇനിയും കുറച്ചുകൂടി ഇതിരുന്ന് പറ്റും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കൂടുതലാണ്. നല്ല അടിപൊളി ഒരു മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.